പ്രൈസ് ഗാഡ്. ബൈബിളിലുള്ള ഈശോയുടെ ഒരു ചിത്രത്തെ പറ്റി നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ചരിത്രപരമായിട്ടുള്ള ഈശോയുടെ വസ്തുതകളെ പറ്റി മനസ്സിലാക്കാം. ഈശോയെ പലപ്പോഴും നമ്മൾ യേശു ക്രിസ്തു എന്ന് പറയാറില്ലേ? ഇനി മുതൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു എന്ന് നമ്മൾ പറയുന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. യേശു എന്ന് പറയുന്ന ചരിത്രപുരുഷനായ വ്യക്തി ക്രിസ്തു അഥവാ മിശിഹ ആണെന്ന് ഏറ്റുപറയുകയാണ് ഓരോ പ്രാവശ്യം യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഈശോയെ പറ്റി അറിവ് നൽകുന്ന ചരിത്രപരമായിട്ടുള്ള രേഖകളെ നമുക്ക് 3 ഗണങ്ങളായിട്ട് തിരിക്കാം: റോമൻ സാക്ഷ്യങ്ങൾ, യഹൂദ സാക്ഷ്യങ്ങൾ, ക്രൈസ്തവ സാക്ഷ്യങ്ങൾ. റോമൻ സാക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ഒന്ന്, ടാസിറ്റസ് എന്ന റോമൻ ചരിത്രകാരൻ്റെ AD 110 എഴുതിയ അനൽസ് എന്ന ചരിത്ര ഗ്രന്ഥം. AD 98-നും 117-നും ഇടയിൽ ഏഷ്യ മൈനറിലെ ഒരു പ്രൊവിൻസിൻ്റെ ഗവർണറായിരുന്നു ജൂനിയർ പ്ലീനി അഥവാ പ്ലീനി ദ യങ്ങർ. പ്ലീനി ട്രാജൻ ചക്രവർത്തിക്ക് താൻ ക്രിസ്ത്യാനികളോട് പെരുമാറുന്ന വിധത്തെക്കുറിച്ച് ഒരു കത്തിൽ എഴുതുകയുണ്ടായി. അതിലും ക്രിസ്തുവിനെ പറ്റി പരാമർശങ്ങളുണ്ട്. AD 100-ന് ശേഷം സെവറ്റോണിയൂസ് എഴുതിയ ക്ലൗദിയൂസിൻ്റെ ജീവചരിത്രം എന്ന പുസ്തകത്തിലും യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. ഇവ 3 റോമൻ സാക്ഷ്യങ്ങൾ. യഹൂദ സാക്ഷ്യങ്ങളിൽ പ്രധാനമായും യഹൂദ മതഗ്രന്ഥങ്ങളും ജോസഫൂസ് ഫ്ലാവിയൂസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ്റെ രചനയുമാണുള്ളത്. 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട യഹൂദ മതഗ്രന്ഥങ്ങളിൽ യേശുവിനെ പറ്റി പരാമർശങ്ങളുണ്ട്. മന്ത്രവാദി, ജാരസന്തതി തുടങ്ങിയ മോശം പരാമർശങ്ങളാണെങ്കിൽ കൂടിയും യേശു ജീവിച്ചിരുന്നതിൻ്റെ തെളിവുകളായി അവ പരിഗണിക്കാവുന്നതാണ്. ജോസഫൂസ് ഫ്ലാവിയൂസ് അല്ലെങ്കിൽ എവിസേബിയൂസ് എന്നറിയപ്പെടുന്ന ചരിത്രകാരൻ്റെ യഹൂദ പൗരാണികത്വം ജൂയിഷ് ആൻറ്റിക്വിറ്റീസ് എന്ന ഗ്രന്ഥത്തിൽ 2 സ്ഥലങ്ങളിൽ യേശുവിനെ പറ്റിയ പരാമർശങ്ങളുണ്ട്. ക്രൈസ്തവ സാക്ഷ്യങ്ങൾ പ്രധാനമായും പുതിയ നിയമം തന്നെയാണ്. 4 സുവിശേഷങ്ങളും ലേഖനങ്ങളും. സുവിശേഷങ്ങളിൽ നാം പ്രത്യക്ഷമായി ഈശോയുടെ ജീവിതത്തെ പറ്റി വായിക്കുന്നുണ്ട്. സുവിശേഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ലേഖനങ്ങൾ ചരിത്രപുരുഷനായ യേശുവിനെ അറിയുന്നതിനുള്ള പരോക്ഷമായ ഉറവിടങ്ങളായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പുതിയ നിയമത്തിൻ്റെ ചരിത്രപരമായ ആധികാരികതയെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ചരിത്ര പുസ്തകങ്ങളുടെ ആധികാരികതയെ നിർണ്ണയിക്കുന്ന ടെക്സ്ച്വൽ ക്രിറ്റിസിസം എന്ന മെത്തേഡ് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ആധികാരികമായ ചരിത്ര പുസ്തകം പുതിയ നിയമം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചരിത്രത്തിൽ ജീവിച്ചിരുന്നുവെന്ന് തെളിവുകളുള്ള പന്തിയോസ് പിലാത്തോസ്, കയഫാസ് മുതലായ 30ഓളം ആളുകളെക്കുറിച്ച് പുതിയ നിയമത്തിൽ പരാമർശങ്ങളുണ്ട്. ചരിത്രത്തിലെ യേശുവിനെ കണ്ടെത്തുന്നതിനായി ബൈബിൾ പണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. 1, പലരുടെയും സാക്ഷ്യം അഥവാ മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ. യേശുവിനെക്കുറിച്ച് സമവീക്ഷണ സുവിശേഷങ്ങളും യോഹന്നാനും ലേഖനങ്ങളും ഒരേപോലെ വിവരിക്കുന്ന വസ്തുതകൾ ചരിത്ര യാഥാർത്ഥ്യങ്ങളായി അംഗീകരിക്കാവുന്നതാണ്. 2, പരസ്പര യോജിപ്പ് അഥവാ കൊഹറൻസ്. ഗവേഷണങ്ങളിലൂടെയും ചരിത്ര വിശകലനങ്ങളിലൂടെയും ഈശോയുടെ കാലഘട്ടത്തിലെ പലസ്തീനായുടെയും അതിൻ്റെ ഭൂപ്രകൃതി, സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് നമുക്ക് സുവ്യക്തമായ അറിവ് ലഭ്യമാണ്. ഇവയും ബൈബിളിലെ പരാമർശങ്ങളും ചേർന്നു പോകുന്നതാണ്. 3, ഭാഗികമായ തുടർച്ചയും തുടർച്ചയില്ലായ്മയും. പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായ എന്നാൽ അതിനോട് യോജിച്ചു പോകുന്ന കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ പുതിയ നിയമം വെറും ഭാവനാ സൃഷ്ടിയോ പഴയ നിയമത്തിൻ്റെ വെറും പകർപ്പോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചരിത്രാന്വേഷണത്തിലൂടെ വ്യക്തമാകുന്ന യേശുവിൻ്റെ ബാഹ്യരേഖാചിത്രം ഇപ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പലസ്തീനായിലെ ഗലീലിയിലുള്ള നസ്രത്താണ് ഈശോയുടെ സ്വദേശം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. അറമൈക്കാണ് യേശു സംസാരിച്ചിരുന്ന ഭാഷ. മതപരമായി യേശു ഒരു യഹൂദനായിരുന്നു. ഒരു ഇടത്തരം കുടുംബമായിരുന്നു യേശുവിൻ്റേത്. പാപികളും ചുങ്കക്കാരുമായുള്ള സമ്പർക്കവും ഫരിസേയരുമായുള്ള തർക്കങ്ങളും അത്ഭുതകരമായ രോഗശാന്തികളും ഉപമകളിലൂടെയുള്ള ബോധനവും നിയമത്തോടുള്ള വിമർശനാത്മകമായ നിലപാടുകളും ചരിത്രപരമായ വസ്തുതകളാണ്. ഈശോയുടെ ബാല്യത്തെക്കുറിച്ചും പരസ്യജീവിതത്തെക്കുറിച്ചുമാണ് ബൈബിളിൽ പരാമർശങ്ങളുള്ളത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ബാലനായ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്നത് വിവരിക്കുന്ന സമയത്ത് അതിൻ്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: അവൻ നസ്രത്തിൽ തിരിച്ചുവന്ന് മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. ഈശോ സിനഗോഗിലും മറ്റും പ്രസംഗിക്കുന്ന സമയങ്ങളിൽ അവിടെ കൂടിയിരുന്ന യഹൂദരുടെ ഇപ്രകാരമുള്ള പരാമർശങ്ങൾ, അതായത് ഇവനൊരു തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ, ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ.
ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് യേശു അപ്പൻ്റെ ജോലിയിൽ സഹായിച്ചിരുന്നു എന്നും അവിടെ തന്നെ ജീവിച്ചിരുന്ന അവർക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു എന്നുമാണ്. ഈശോയുടെ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും പോലും ചരിത്രപരവും ശാസ്ത്രപരവുമായിട്ടുള്ള തെളിവുകളും പഠനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈശോ ഉത്ഥിതനാണെങ്കിൽ അതിനു മുൻപ് ഈശോ മരിച്ചിരിക്കണം എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഈശോയുടെ മരണസമയത്ത് ബൈബിൾ പറയുന്നതനുസരിച്ചുള്ള ഭൂമികുലുക്കവും അന്ധകാരവുമെല്ലാം പിന്നീടുള്ള പഠനങ്ങൾ ശരിവെക്കുന്ന വസ്തുതകളാണ്. ജേർണൽ ഓഫ് ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ 1986 മാർച്ച് 21 ഇറങ്ങിയ എഡിഷനിൽ ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വസ്തുതകളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. കുരിശുമരണ യാത്രയിലും മരണസമയത്തും ഈശോ അനുഭവിച്ചുവെന്ന് ബൈബിളിൽ പറയുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ശരിവെക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. ഓൺ ദ ഫിസിക്കൽ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ പേര്. സഭയുടെ ഔദ്യോഗികമായ അംഗീകാരമില്ലെങ്കിലും ഈശോയുടെ തിരുശരീരം പൊതിഞ്ഞതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ടൂറിനിയിലെ തിരുക്കച്ച ഇന്നും ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. ഈ അടുത്ത് അമേരിക്കയിൽ നടന്ന ഒരു സയൻറ്റിഫിക് കോൺഫറൻസിൽ ആ കച്ചയിൽ കാണുന്നത് ഒരു ക്രൂസിഫൈഡ് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻ മൂലമുണ്ടായ പാടുകളാണ് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. 14 അടി നീളവും 3 അടിയോളം വീതിയുമുള്ള ഒരു ലിനൻ തുണിയായിരുന്നു ആ കച്ച. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും അതുപോലൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയാറുള്ളത്. 1, ശൂന്യമായ കല്ലറ. 2, പല വ്യക്തികൾക്കായി ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങൾ. ഒരു കൂട്ടം സ്ത്രീകളെയാണ് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷികളായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. യഹൂദ പാരമ്പര്യത്തിൽ സ്ത്രീകൾക്ക് ഒട്ടും പ്രാധാന്യം നൽകാതിരുന്ന സമയത്ത് ഇത്തരമൊരു പരാമർശം ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. 4 സുവിശേഷങ്ങളിലും ഇതേ സംഭവം നാം കാണുന്നുണ്ട്. ഈശോയിലുള്ള വിശ്വാസം മൂലവും ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനവും ധീരമായി പ്രഘോഷിച്ചതിൻ്റെ പേരിലും ശിഷ്യന്മാരുൾപ്പെടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിരവധി പേരുടെ ജീവൻ പോലും അവർ ത്യജിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാക്ഷ്യമാണ് വിശുദ്ധ പൗലോസിൻ്റേത്. സഭയെ പീഡിപ്പിക്കുന്നതിനായി തീക്ഷ്ണമതിയായി ഇറങ്ങിത്തിരിച്ച പൗലോസ് പിന്നീട് ഈശോയെ പ്രഘോഷിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, പൗലോസും പത്രോസും തമ്മിൽ യാതൊരു ബന്ധമില്ലാതിരുന്നിട്ടും പൗലോസിൻ്റെ പഠനങ്ങളെല്ലാം തന്നെ പിന്നീട് പത്രോസും യാക്കോബും യോഹന്നാനും ചേർന്ന് ശരിവയ്ക്കുന്നതായി നാം ബൈബിളിൽ കാണുന്നുണ്ട്. ഈശോ ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ്. ചരിത്രത്തിൽ ജീവിച്ച് മരിച്ച് സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ ഈശോ ഇന്നും നമ്മുടെ ഇടയിൽ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ജീവിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ ഒരുപാട് അവഹേളനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം പ്രവണതകൾ കാണിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ബൈസന്റൈൻ പാരമ്പര്യത്തിൽപ്പെട്ട അൽബേനിയൻ സഭയെയും നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം. ഒരു കൊച്ചു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മിനിസ്ട്രിയുടെ മന്ത്ലി നൈറ്റ് വിജിലായ ഗ്രേഷ്യ നൈറ്റ് നാളെ വൈകുന്നേരം, അതായത് ഡിസംബർ 11 വെള്ളിയാഴ്ച വൈകുന്നേരം 8 മുതൽ 9:30 വരെയാണ്. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രൂബ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പുൽക്കൂട്.